നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ശനിയാഴ്ചയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവന്നത്. 300-ന് മുകളിൽ സീറ്റ് ഉറപ്പായും BJP നേതൃത്വത്തിന് നേടാൻ സാധിക്കും. NDA അങ്ങനെ സീറ്റ് നേടി വീണ്ടും അധികാരത്തിലെത്തുമെന്നും വിവിധ ഫലം പ്രവചനം നടത്തിയതിന് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരത്തെ തന്നെ പറഞ്ഞിരുന്ന 400 സീറ്റുകളെന്ന അവകാശവാദം ഭൂരിഭാഗം സർവേകളും പൂർണ്ണമായി പിന്തുണയ്ക്കുന്നില്ല എങ്കിൽ പോലും വ്യക്തമായ ഭൂരിപക്ഷം നേടി മുൻപുണ്ടായിരുന്ന ഭൂരിപക്ഷത്തോടെ തന്നെ BJP വീണ്ടും സർക്കാർ ഉണ്ടാക്കുമെന്ന് തന്നെയാണ് സർവേകൾ പ്രവചിക്കുന്നത്. ചൊവ്വാഴ്ച വരാനിരിക്കുന്ന ഫലത്തിന്റെ ഏകദേശം ഒരു ധാരണ പുറത്തു വന്നു എന്ന് BJP ചൂണ്ടിക്കാണിക്കുകയാണ്. എക്സിറ്റ് പോളുകളുടെ വിശ്വാസ്യത അപ്പോൾ ചോദ്യം ചെയ്യപ്പെടുകയാണ്. കോൺഗ്രസും CPM ഉൾപ്പെട്ട പ്രതിപക്ഷ നിര ഇതിനെ തള്ളിക്കളയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. NDA മുന്നണി 400-ലധികം സീറ്റുകൾ നേടുമെന്ന അവകാശവാദത്തെ പിന്തുണയ്ക്കുന്ന ഫലങ്ങൾ തന്നെയാണ് നിലവിൽ പുറത്തു വന്നിരിക്കുന്നത്. മോദിയുടെ നേതൃത്വത്തിൽ BJP വീണ്ടും തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചു. അതിനുതകുന്ന തരത്തിലുള്ള സർവേ ഫലങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. അതിനെ എങ്ങനെയാണ് വിശേഷിപ്പിക്കേണ്ടതെന്നാണ് പ്രതിപക്ഷ നിര ചോദിക്കുന്നത്. BJPക്കെതിരെ പ്രതിപക്ഷ പാർട്ടികൾ അണിനിരുന്ന ഇന്ത്യ മുന്നണി BJP ഇത്തവണ പരാജയപ്പെടുത്തുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ്. കേരളത്തിൽ താമര വിരിയുമെന്ന് എക്സിറ്റ് പോൾ ഫലം പുറത്തുവന്ന ഒരു പ്രഖ്യാപനത്തിൽ വലിയ ആവേശം തന്നെയാണ് BJP ക്യാമ്പിൽ ഉടനീളമുള്ളത്. രാജ്യത്താകമാനം BJP തരംഗം ആഞ്ഞടിക്കുമ്പോൾ കേരളത്തിലും അതിന്റെ പ്രതിഫലനം ഉണ്ടാകുമെന്ന പ്രതീക്ഷ കേരള നേതാക്കൾക്കുണ്ട്. അതിനെ പൂർണ്ണമായും തള്ളിക്കളയുന്നു കോൺഗ്രസും അതുപോലെ തന്നെ LDFും. തൃശ്ശൂരും തിരുവനന്തപുരവും നേടി തങ്ങളുടെ എക്കാലത്തെയും വലിയ സ്വപ്നമായ അക്കൗണ്ട് തുറക്കൽ എന്നുള്ളത് യാഥാർത്ഥ്യമാക്കാമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് BJP. എന്നാൽ ഇതിനിടയിൽ ഇന്ന് പുറത്തു വന്ന തിരഞ്ഞെടുപ്പ് ഫലം അത് എന്തിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുന്നത് എന്നുള്ളത് കൂടി ജനങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അരുണാചൽ സിക്കിം നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് പിന്നാലെ അരുണാചലിലുണ്ടായിരിക്കുന്നത് അഭൂതപൂർവമായ ഒരു വിജയം തന്നെയാണ് BJPയെ സംബന്ധിച്ച്. കേവല ഭൂരിപക്ഷവും കടന്ന് വലിയൊരു തേരോട്ടമാണ് BJP അരുണാചലിൽ കാട്ടിയിട്ടുള്ളത്. പ്രത്യേകിച്ചും തന്ത്രപ്രധാന സംസ്ഥാനമായ അരുണാചൽ എങ്ങനെയെന്ന് ചോദിച്ചാൽ ചൈനയുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം, നിലവിൽ വലിയ തോതിൽ പ്രശ്നങ്ങൾ, അസ്വസ്ഥതകൾ അതൊക്കെ സൃഷ്ടിക്കപ്പെടുന്ന ഒരു സംസ്ഥാനം. ആ മേഖലയിൽ BJPക്ക് വ്യക്തമായ ഒരു ഭൂരിപക്ഷം ലഭിച്ചിരിക്കുന്നത് കേന്ദ്ര സർക്കാരിനെ എത്രത്തോളം അവർ പിന്തുണയ്ക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണെന്നും BJP നേതാക്കൾ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ ആകെ 60-അംഗ മന്ത്രിസഭയിൽ 46 സീറ്റുകൾ BJP നേടി 3/2 ഭൂരിപക്ഷം ഉറപ്പിച്ചു കഴിഞ്ഞു. 10 സീറ്റുകളിൽ BJP സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ തന്നെ വിജയിച്ചു. മുഖ്യമന്ത്രി പേമ ഖണ്ഡുവും ഉപമുഖ്യമന്ത്രിയും ഇക്കൂട്ടത്തിൽ ഉൾപ്പെടുകയാണ്. 31 സീറ്റുകളിലാണ് കേവല ഭൂരിപക്ഷത്തിന് ആവശ്യമായി ചൂണ്ടിക്കാണിച്ചിരുന്നത്. പക്ഷേ വോട്ടെണ്ണലിന്റെ തുടക്കത്തിൽ തന്നെ വ്യക്തമായ ലീഡ് നില അത് BJP പ്രകടമാക്കിയിരുന്നു. അതിലൂടെ തന്നെ വലിയ മുന്നേറ്റമാണ് ഉണ്ടായത്. മറ്റു പ്രതിപക്ഷ പാർട്ടികളൊക്കെ തന്നെ ലീഡ് നിലയിൽ ബഹുദൂരം പിന്നിലേക്ക് പോയൊരു കാഴ്ചയും കാണുവാൻ സാധിച്ചു. കേവലം ഒറ്റ സീറ്റ് മാത്രമാണ് കോൺഗ്രസിന് ലഭിച്ചത്. ബാമിംഗ് മണ്ഡലത്തിൽ മാത്രമാണ് അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞതും. നാഷണൽ പീപ്പിൾസ് പാർട്ടി നിലവിൽ 5 സീറ്റുകൾ നേടിയിട്ടുണ്ട്. പീപ്പിൾസ് പാർട്ടി ഓഫ് അരുണാചൽ 2 സീറ്റുകളും നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി 3 സീറ്റുകളും നേടിയിട്ടുണ്ടെന്നുള്ള വിവരമാണ് പുറത്തുവരുന്നത്. BJP കേന്ദ്രങ്ങളിൽ ഇതിനോടകം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങൾ ആരംഭിച്ചു. 3-ാം തവണയാണ് തുടർച്ചയായി അരുണാചൽ പ്രദേശിൽ BJPക്ക് അധികാരത്തിലെത്താനായി സാധിക്കുന്നത്.